നവംബർ 26-ന് കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു കേസിൻ്റെ വിധി വരാനിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരികയാണ്. കേരളം ഒന്നടങ്കം ഇപ്പോൾ ആ കേസിൽ എന്ത് വിധി വരും എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല. ഊഹാപോഹങ്ങൾ പലതുണ്ട്. ദിലീപ് കുറ്റക്കാരനാണെന്ന് വാദിക്കുന്നവരുമുണ്ട്, ഇല്ല നിരപരാധിയാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അത് എന്തായാലും ശരി, പൾസർ സുനി ആ കേസിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പൾസർ സുനിയുടെ ആഡംബര വാഹനത്തിലെ യാത്രയും ആഡംബര വസ്ത്രധാരണവും ഇതെല്ലാം ഏവരും ശ്രദ്ധിക്കുന്നതാണ്. സാധാരണ ജയിലിൽ കഴിയുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി പൾസർ സുനിക്ക് അവിടെ എന്തായിരുന്നു ഉദ്യോഗം എന്നറിയില്ല. 5 അക്ക ശമ്പളം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ലെവലിലുള്ള ഗസറ്റഡ് ലെവലിലുള്ള ജോലിയായിരുന്നു കാണും ജയിലിനുള്ളിൽ. അപ്പോൾ അത്രയും വരുമാനമുണ്ട്. എന്തോ 4000-ൻ്റെ ഷൂസോ 7000-ൻ്റെ ചെരുപ്പും 4000-ൻ്റെ ഷർട്ടും ഒക്കെയാണ് ധരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അതെന്തോ ആയിക്കൊള്ളട്ടെ. 2017 ഫെബ്രുവരി 2-ാം തീയതി കേരളത്തെ ഞെട്ടിച്ച ആ ഒരു സംഭവത്തിൻ്റെ ഒരു അതിൻ്റെ കേസിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ദിലീപ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല, നടിക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതും നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ധന്യ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നടിക്ക് നീതി കിട്ടണം. കാരണം അവരനുഭവിച്ച വേദന എത്രമാത്രമാണ്. അതിലിപ്പോൾ ആര് കൊട്ടേഷൻ കൊടുത്താണെങ്കിലും ആര് ചെയ്യിപ്പിച്ചതാണെങ്കിലും ആ സ്ത്രീ അനുഭവിച്ച ഒരു വേദനയുണ്ട്. ആ നിമിഷം അവർ അനുഭവിച്ച വേദന, പല കഥകൾ അതിന് പിന്നിൽ പുറകെ വന്നിരുന്നു. കുറേ കഥകൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീ ആ സമയത്ത് അനുഭവിച്ച ഒരു വേദനയുണ്ട്. അവർ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ ഒന്ന് മോചിതയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവർ ബോൾഡാണെന്ന് പറയുമ്പോഴും അവർ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ആ സാഹചര്യത്തെ അഭിമുഖീകരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളത്. ഇതിലെ 8-ാം പ്രതിയാണ് ദിലീപ്. എനിക്ക് തോന്നുന്നു 87 ദിവസമാണ് ആ സമയത്ത് ജയിലിൽ കിടന്നത്. 88-ാമത്തെ ദിവസം ജയിൽ മോചിതനായി ദിലീപ്. പക്ഷെ പൾസർ സുനി 7.5 വർഷത്തോളം ജയിലിൽ കിടന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. പൾസർ സുനിക്കെതിരെ നിരവധി തെളിവുകൾ പോലീസിന് കിട്ടിയത് കൊണ്ടാണ്, അത് കോടതിയിൽ കൃത്യമായി ബോധിപ്പിക്കാൻ പറ്റിയത് കൊണ്ടാണ് പറയുന്നത്. പൾസർ സുനിയുടെ ജീവൻ ആപത്ത് ഉള്ളത് കൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം നിഷേധിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും പൾസർ സുനിക്ക് ജാമ്യം കിട്ടി. അടുത്ത മാസം 26-ാം തീയതി കേസ് കോടതിയിലിരിക്കുന്ന കേസാണ്. നമുക്കതിലൊന്നും പറയാൻ കഴിയില്ല. കോടതി എന്തായാലും നീതിപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് നിരവധി തവണ ജാമ്യാപേക്ഷ നൽകിയതിന്റെ പേരിൽ ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ പൾസർ സുനിക്ക് 25,000 രൂപയുടെ ഫൈൻ ഈടാക്കിയിരുന്നു. അതിനെല്ലാം ശേഷമാണ് സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് കാരണമായത്. അപ്പോൾ ദിലീപിനെ കുടുക്കാൻ കുറെ പേർ ഒരു കോക്കസ് സിനിമയ്ക്കകത്തുണ്ട് എന്ന് പലരും പറയുന്നത് നമ്മളത് വെറുതെയാണ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വന്നതിന് ശേഷമാണ് അത് കൃത്യമായി മനസ്സിലായത്. കാരണം ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുമെന്ന് പറയുന്നതിന് മുൻപേ ദിലീപിൻ്റെ വീട് മുഴുവൻ ദിലീപ് ഒരു ഭീകരനാണ് എന്നുള്ള ഒരു തരത്തിലേക്കായിരുന്നു കേരള പോലീസ് ആലുവയിലെ ദിലീപിൻ്റെ വീടിന് മുന്നിൽ ദിലീപ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി തമ്പടിച്ചത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ. അതിലൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ അന്ന് വരെ കേൾക്കാത്ത ഒരു സംഭവമാണ് അന്ന് കേരളം കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം, സിദ്ദിഖിന്റെ എതിരെ ഒരു ആരോപണം വന്നപ്പോൾ സിദ്ദിഖിനെ കേരള പോലീസ് ഇവിടെ മുഴുവൻ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയോ? കിട്ടിയില്ല. സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ പോലും മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. ഒടുവിൽ സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള നമുക്ക് കൃത്യമായി അറിയാം. സിദ്ദിഖിനെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ കിട്ടുമ്പോൾ സിദ്ദിഖ് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. അല്ല, ഞാൻ പറഞ്ഞു വന്ന ദിലീപിനെ അത്ര ആ ഒരു രീതിയിൽ സമീപിച്ചതിന്റെ കാര്യം പറഞ്ഞതാ. ഈ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കേസ് നടക്കുമ്പോൾ ദിലീപ് ആണ് അതിൽ ഗൂഢാലോചനയിൽ ഭാഗമാണ്, ഗൂഢാലോചന ദിലീപിന്റെ കൊട്ടേഷനാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ തന്നെ ദിലീപ് സ്വാഭാവികമായും രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്ത് സോഴ്സ് ഉപയോഗിച്ചും രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണയല്ലേ അധികാരത്തിന്? ആ സമയത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ആ സമയത്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്തു, ദിലീപിനെ പിന്നീട് തെളിവെടുപ്പിനായി പല സ്ഥലത്ത് കൊണ്ടുവന്നതൊക്കെ നമ്മൾ. അതിനുശേഷം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി പോയിരുന്നു. ഈ ഒരു വർഷത്തിനകത്താണെന്ന് തോന്നുന്നു. ഈ ഹർജി കോടതി പരിഗണിക്കുന്ന ദിവസം രാവിലെ ഹർജിയിൽ എന്താണ് തീരുമാനം, ദിലീപിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം അറിയുന്നതിന് മുൻപ് തന്നെ കേരള പോലീസ് ദിലീപിന്റെ വീടിന് മുന്നിൽ തമ്പടിച്ച്, അതായത് ദിലീപിനെതിരെ
കുറച്ച് പേർ കുറച്ച് കോക്കസുകൾ ദിലീപിനെ അകത്താക്കണം. കാരണം ദിലീപിനെ സിനിമയിൽ ഉണ്ടായിരുന്ന, സിനിമയ്ക്ക് അകത്തും പുറത്തും ദിലീപിനുണ്ടായിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ ദിലീപ് അത്ര ഭയങ്കര നല്ല ആളെന്നല്ല പറയുന്നത്. ദിലീപ് ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. തിലകൻ തന്നെ അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേരെ ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ദിലീപ് കാരണം അവസരങ്ങൾ നഷ്ടമായിട്ടുള്ള പലരുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ദിലീപിന്റെ ഒരു കൈകടത്തൽ, ഒരു മലയാള സിനിമയുടെ നിയന്ത്രണം തന്നെ തിരുവനന്തപുരത്തായിരുന്ന മലയാള സിനിമയെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് പോലും ദിലീപാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്ന് ദിലീപിലേക്ക് മലയാള സിനിമ മാറിയ ഒരു കാലഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ്, എല്ലാത്തിൻ്റെ അധിപനായി ദിലീപ് വാണിരുന്ന ഒരു സമയത്താണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത്. പിന്നീട് ദിലീപിന്റെ തലവര തന്നെ അത് മാറ്റുന്നു. ദിലീപിന്റെ തലവര മാത്രമല്ല, ഈ നടിയെ ആക്രമിച്ച കേസ് മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റി. അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പോലും പല ഭാഗങ്ങളിൽ നിന്നും പീഡനാരോപണങ്ങൾ പല സംവിധായകർക്കും നടന്മാർക്കും എതിരെ വരികയും പലരും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനുശേഷം ദിലീപിന്റെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നം, രണ്ടാം വിവാഹം, അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. എന്തായാലും ഇപ്പോൾ പൾസർ സുനി പുറത്തിറങ്ങി. ഈ സാഹചര്യത്തിൽ പൾസർ സുനി കോടതിയിൽ വിചാരണയ്ക്കായി എത്തിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. 7000 രൂപയുടെ ഷർട്ട്, 4000 രൂപയുടെ ഷൂസ്, വലിയ ആഡംബര കാറിലൊക്കെയാണ് പൾസർ സുനി. അപ്പോൾ പൾസർ സുനിക്ക് ഇത് എവിടെ നിന്നാണ് പണം? പൾസർ സുനിയെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? ആരാണ് കൊണ്ടുപോയത്? പൾസർ സുനി എവിടെയാണ്? ഇവിടെ ജയിലിൽ നിന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സുരക്ഷിതനായി പോയത് എങ്ങോട്ടാണ്? ആരാണ് പൾസർ സുനിയെ ഈ പണം കൊടുത്ത് ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ പൾസർ സുനിയെ ഒരാളുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി പൾസർ സുനിയെ മോൾഡ് ചെയ്ത് എടുത്തത് ആരാണ്? ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്. കാരണം ചേച്ചി പറഞ്ഞതുപോലെ 5 അക്ക ശമ്പളമായിരുന്നോ പൾസർ സുനിക്ക്? പൾസർ സുനി ജയിൽ സൂപ്രണ്ടൊന്നും ആയിരുന്നില്ല, അവിടുത്തെ ഒരു തടവ് പുള്ളിയായിരുന്നു. അപ്പോൾ ഈ 6 വർഷം എങ്ങനെ കണക്ക് കൂട്ടിയാലും പൾസർ സുനിക്ക് കോടികളുടെ ആഡംബര വാഹനങ്ങളൊന്നും വരാൻ കഴിയില്ല. അപ്പോൾ പൾസർ സുനി പോയപ്പോൾ തന്നെ, ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആരാണ് ഈ പൾസർ സുനിയെ സംരക്ഷിക്കുന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ദിലീപിനെ കൊടുക്കാനായി പൾസർ സുനി ആരാണ് ഉപയോഗിക്കുന്നത്? ഇനി ദിലീപ് തന്നെ പൾസർ സുനി പറയുന്നു ദിലീപാണ് കൊട്ടേഷൻ നൽകിയത്. തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസിൽ ദിലീപിന്റെ പേര്? തീർച്ചയായിട്ടും. കാരണം തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഈ കേസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പാഠത്തിലേക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു നടിയാണ്. ഞാൻ ദിലീപിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരാളാണ്. മറ്റ് ചാനലുകളിൽ നിന്ന് ദിലീപിന്റെ വീടിന്റെ മുൻവശത്ത് പോയി നിന്ന് ദിലീപിനെതിരെ ഘോരമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടി അനുഭവിച്ച വേദന, അദ്ദേഹത്തിനുമുണ്ട് 2 മക്കൾ. അപ്പോൾ ഒരു പെൺകുട്ടിയെ കൊട്ടേഷൻ കൊടുത്ത ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്നെ ആ പെൺകുട്ടിയെ അതിക്രൂരമായി മാനസികമായി തളർത്തി എന്നുള്ളത് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അപ്പുറം എന്നെ വേദനിപ്പിച്ച സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 2018 ഇത് നടന്ന് 2018 നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ദർബാർ ഹാളിലൊരു പരിപാടി നടക്കുന്നു. അതിൽ സിനിമാ മേഖലയിലെ എല്ലാവരും പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നടി, അന്ന് അവർ ലേഡി സൂപ്പർ സ്റ്റാർ ആയി വരുന്നതേ ഉള്ളൂ, ഇപ്പോഴാണ് ആ പ്രയോഗം കൂടുതൽ എത്തിയത്, ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു നടി, അവർ പറയുന്നു ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയാണ്. അന്ന് നടി ആക്രമിച്ച കേസ് മാത്രമേ രംഗത്തെത്തുന്നു, അതിൻ്റെ പിന്നിൽ ദിലീപിൻ്റെ പേരില്ല, കൊട്ടേഷൻ എന്ന് പറയുന്ന അത്തരം വാക്കുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് കേസ് അന്വേഷിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് പോലും അറിയാൻ സാധിക്കുന്നില്ല ഇതൊരു ഗൂഢാലോചനയാണെന്ന്. പക്ഷേ ഈ നടി പറയുന്നു അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത്. അപ്പോൾ ഈ നടിക്ക് എങ്ങനെയാണത് മനസ്സിലായത് ഇതൊരു ഗൂഢാലോചനയാണെന്ന്? കാരണം ഈ നടിയെ, ഈ ദിലീപിന്റെ കുടുംബജീവിതം തകർത്തതിന് പിന്നിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ചില ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള വാർത്തയാണ് പിന്നീട് വന്നത്. ആക്രമിക്കപ്പെട്ട നടി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ആ സംഭവത്തിന്റെ അവസാനം അയാളത് പൾസർ സുനി അത് വ്യക്തമാക്കി എന്ന് പറഞ്ഞില്ലേ? ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പൾസർ സുനി പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ അതൊരു ഗൂഢാലോചനയാണ് എന്ന് പൾസർ സുനി പറയുന്നു. പിന്നീടാണ് ഈ പേരുകളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് പൾസർ സുനി ഈ ദിലീപിന്റെ പേര് പറയുന്നത്. ദിലീപിന്റെ പേര് പറയുന്നതല്ല, പൾസർ സുനിയുടെ വീട്ടിലെ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്തിലാണ് ദിലീപിന്റെ പേര്. പൾസർ സുനിയുടെ അമ്മ വന്നപ്പോൾ പൾസർ സുനി കൊടുത്തു വിടുന്നു, പിന്നീട് അത് മാധ്യമങ്ങളിൽ വരുന്നു. അങ്ങനെയാണ് പിന്നീട് എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനലാണ് വിധി വരുന്നതിന് മുൻപേ കുറ്റക്കാരൻ ദിലീപാണെന്ന് വിധി
വിളിച്ച ഏക മാധ്യമം റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ ദിലീപിന്റെ പുറകെ തന്നെയായിരുന്നു നടത്താം. ഒരു പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ശരിയോ തെറ്റോ, ദിലീപ് തെറ്റുകാരനോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കുക. ദിലീപ് അല്ല തെറ്റ് ചെയ്തത് എങ്കിൽ ഈ ഇത്രയും വർഷം, ഈ 7-8 വർഷക്കാലം അയാൾ അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, അയാൾ അനുഭവിച്ച ഒരു വേദനയുണ്ട്, അയാളുടെ കുടുംബം അനുഭവിച്ച ഒരു വേദനയുണ്ട്. ഇപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അയാളുടെ കുടുംബം കേരളത്തിൽ നിന്ന് മാറി ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർക്കറിയാം കേരളത്തിൽ നിന്നാൽ ഈ മാധ്യമങ്ങൾ അവരെ നിരവധി തവണ വേട്ടയാടും. ഇനി ഇവിടെ ഒരുപാട് കഥകൾ, അതില്ലാ കഥകളോ സത്യമായ സ്വന്തമായ കഥകളോ, അവരൊക്കെ സെലിബ്രിറ്റികളാണ്, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് എപ്പോഴും താല്പര്യമുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. നാളെ തെറ്റുകാരനല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കോക്കസ് ആണ് പ്രവർത്തിച്ചത്, ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചത് മറ്റൊരാളാണ്, അല്ലെങ്കിൽ മറ്റു കുറച്ച് പേരാണ് എന്നറിയുമ്പോൾ ഈ 87 ദിവസം ദിലീപ് ജയിലിൽ കിടന്നത് തിരിച്ചു കൊടുക്കാൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ? സിനിമകൾ നിരന്തരം, ദിലീപിന്റെ സിനിമകൾ ആളുകൾ ബഹിഷ്കരിച്ചു. ദിലീപിന്റെ ഡി സിനിമാസ് അടിച്ചു തകർത്തു, ദേപ്പുട്ട് അടിച്ചു തകർത്തു. പിന്നീട് അതെല്ലാം ദിലീപ് വീണ്ടും ഒന്നേന്ന് നേരെയാക്കിക്കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ, അദ്ദേഹത്തിനെതിരെ എല്ലാ കഥകൾ, അതൊക്കെ സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ഒരാളെ, എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിൽ ഒരാളെ നിരന്തരം ഉപദ്രവിക്കുന്ന രീതി, വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അത് പുറത്തു വരണം. കാരണം ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിക്കും ആരോടൊക്കെയോ വൈരാഗ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല, പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്.